കാട്ടുചോലക്കുളിരലയോട് കാറ്റു പറഞ്ഞൊരു കഥയാണീ. കുരുന്നുപൂവിൻ കവിളുരുമി കരിവൻ തോതിയ കഥയാണീ. കാട്ടുചോലക്കുളിരലയോട് കാറ്റു പറഞ്ഞൊരു കഥയാണീ. കുരുന്നുപൂവിൻ കവിളുരുമി കരിവൻ തോതിയ കഥയാണീ. കഥ 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 കാക്കത്തൊള്ളായിരം, കഥ 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 കാക്കത്തൊള്ളായിരം. കടലിന്റെ തീരത്ത് കടലിന്റെ തീരത്തണയണ തിരകൾ പറയണ കഥയാണ്. കായലോളത്തിലെ കളിയോടം കണ്ട കന്നിനിലാവിന്റെ കഥയാണ്. പടവരമ്പത്തെ പുൽനാമ്പിനോട് പുലരി പറഞ്ഞൊരു കഥയാണ്. മാനം മുട്ടണ കൊടുമുടിയോട് മൂവന്തി പറയണ കഥയാണ്. മൂവന്തി പറയണ കഥയാണ്. കഥ 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 കാക്കത്തൊള്ളായിരം. അതിനിടയ്ക്ക് നീ അവൾക്ക് സപ്പോർട്ട് ചെയ്യാനാണോടി അങ്ങോട്ട് കയറി വന്നത്? ബാക്കിയുള്ളവർ എന്ത് ചെയ്യണോന്നറിയാതെ ഇവിടെ വിഷമിക്കുക. അപ്പഴാ അവളുടെ വക ഒരു പിന്തുണ. നാക്കിൽ മുളവരിച്ച് തേക്കാ വേണ്ടത്. നിങ്ങൾ ആരും ഗംഗയുടെ ഭാഗം ചിന്തിച്ചു നോക്കാത്തത്? നീ ഉണ്ടല്ലോ അവളെ എടോ മലോ നിന്ന് ചിന്തിപ്പിക്കാൻ. അതിന്റെ ഒരു ബലം അവക്കുണ്ട്. അല്ലെങ്കിൽ ഒരു കൂസലും കൂടാതെ അവളിങ്ങനെ കയറി വരൂ. എന്നിട്ട് തെളിഞ്ഞെന്ന് പറയുന്ന കേട്ടില്ല. സത്യം പറഞ്ഞ് തെറ്റായി പോയോ? അമ്മേ, ഇവിടെ ഞാൻ വല്ലതും ചെയ്തു പോവേ. കേട്ടില്ല ഓരോ ന്യായങ്ങള്. അവളുടെ ഭാവവും പടുതിയും കണ്ടിട്ട് എനിക്ക് ബലമായ ഒരു സംശയമുണ്ട്. ഗംഗയും വീട്ടുകാരും ചേർന്നുള്ള കളിയാണ് അമ്മേ, നമ്മളെ പറ്റിക്കാനുള്ള ഒരു കള്ളക്കളി. അല്ലെങ്കിൽ അവളെ എസ്ഐയുടെ വീട്ടിൽ പോയിട്ടില്ല. പോയെന്ന് കള്ളം പറഞ്ഞ് ഭാര്യയുടെ വീട്ടിൽ തങ്ങിക്കാണും. അവിടെ എന്തൊക്കെയോ ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ട്. ഇന്നലെ വരാതിരുന്നത് അതുകൊണ്ടാണ്. ചേച്ചി ഓരോ ഇല്ല കഥകൾ മെറിഞ്ഞുണ്ടാക്കുക. ഗംഗ അത്തരം കള്ളത്തരങ്ങൾക്ക് കൂട്ടി നിൽക്കില്ല. ഓ, ഹരിചന്ദ്രന്റെ ഒടപ്പറന്നോളല്ലേ അവള്. അമ്മേ, ഇത് നമ്മളെ കുപ്പിലിറക്കുന്ന പരിപാടിയാണ്. സമ്മതിച്ചു കൊടുക്കരുത്. അധികമൊന്നും ആലോചിക്കാനില്ല. ഇപ്പൊ തന്നെ അവളെ ഇറക്കി വിടണം. ഇനി ഒരു നിമിഷം ഇവിടെ നിർത്തേണ്ട ആവശ്യമില്ല. ഇറക്കി വിടാൻ ഞാൻ സമ്മതിക്കില്ല. ഓ, നിന്റെ ശമ്പളം ആർക്ക് വേണം? വാമേ, പറഞ്ഞു വിടാം. എവിടെ വെച്ച് പോട്ടെ. അമ്മേ വേണ്ട. അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞത്? പറയാൻ എളുപ്പമാ, ഇറക്കി വിടാനും എളുപ്പമാ. അങ്ങനെ ചെയ്ത നാളെ ഗിരി അറിയുമ്പോ കാര്യങ്ങളുടെ സ്വഭാവം മാറും. അവനത് ഇഷ്ടപ്പെടുകയല്ല. ഗംഗയുടെ കൂടെ അവനും പോവും. പിന്നെ നമ്മളെ തിരിഞ്ഞു നോക്കില്ല. അങ്ങനെ വന്നാ ഞാൻ ഈ കടങ്ങളൊക്കെ എവിടുന്ന് എടുത്തു കൊടുക്കും? നിങ്ങളുടെ കാര്യത്തിന് ഞാൻ എന്ത് ചെയ്യും? ആകെയുള്ള ഒരാശ്രയം ഗിരിയ. ഇതൊക്കെ ഓർത്തിട്ടാ. അല്ലെങ്കിൽ അവള് വിവരം പറഞ്ഞ നിമിഷം ചവിട്ടി പുറത്താക്കിയാലും ഞാൻ. പവിത്രേട്ടനോട് ഞാൻ എന്ത് പറയും? ശ്രീധനം കൊണ്ട് ചെല്ലുന്നുണ്ടെന്ന് പവിത്രേട്ട അമ്മയെ വിളിച്ച് പറയുകയും ചെയ്തു. അവര് നിലവിളക്ക് ഒരുക്കി കാത്തിരിക്കുന്നുണ്ടോ? തോക്കിനകത്ത് കയറി വെടിവെക്കാൻ ചേച്ചിയോട് ആരാ പറഞ്ഞത്? എന്റെ അമ്മോ, കുറച്ച് വിഷം കിട്ടിയിരുന്നെങ്കിൽ നിങ്ങൾക്ക് തന്നിട്ട് ഞാനും കുടിച്ചേന്. ഇതിലും ഭേദം അതാ. മാറങ്ങോട്ട്. പേടിച്ചിരിക്കായിരുന്നു അല്ലേ? അമ്മ എന്ത് പറഞ്ഞു സുമ? അമ്മയ്ക്കും ചേച്ചിക്കും ഒരുപാട് പ്രതീക്ഷയുണ്ടായിരുന്നു. കണക്കുകൂട്ടലുകൾ തെറ്റിയതിൽ രണ്ടുപേർക്കും നല്ല ദേഷ്യമുണ്ട്. എന്നെ ഇറക്കി വിടൂ.
അമ്മയുടെ സ്വഭാവത്തിന് ഇതിനോടകം സംഭവിക്കേണ്ടതാ. പക്ഷേ ആ ഭയം വേണ്ട. ഗിരിയും ഗംഗയും തമ്മിൽ ഫോൺ വിളിയുണ്ടെന്ന അമ്മയുടെ വിശ്വാസം. അതുകൊണ്ട് ഗംഗയെ ഒഴിവാക്കാനുള്ള ധൈര്യവും ഇല്ല. എത്ര നാളിങ്ങനെ പിടിച്ചു നിൽക്കും? ഗിരിയെ കുറിച്ച് അമ്മയോ ചേച്ചിയോ എന്തെങ്കിലും ചോദിച്ചാ ആകെ കുഴപ്പമാവും. എന്ത് പറയും ഞാൻ? ഗിരിയുടെ ജോലി, അവിടുത്തെ അഡ്രസ് ഒന്നും അറിയില്ലല്ലോ. എല്ലാ കള്ളവും പിടിക്കപ്പെടും. നമുക്കിപ്പോ ഒരു കാര്യമേ ചെയ്യാൻ കഴിയും ഗംഗേ. ഇങ്ങനെ അങ്ങ് മുന്നോട്ട് പോകട്ടെ എന്ന് വിചാരിക്കാം. അമ്മയുടെ ഭാഗത്തുനിന്ന് ചോദ്യം വരട്ടെ, അപ്പൊ അതിനെപ്പറ്റി ആലോചിക്കാം. അന്നേരത്തെ യുക്തി പോലെ ചെയ്യാം. ഒരുപക്ഷെ അതിനു മുമ്പ് ഗിരിയേട്ടൻ വിളിച്ചാലോ, അല്ലെങ്കിൽ നാട്ടിൽ വന്നാലോ? നമുക്ക് അനുകൂലമായി എന്തെങ്കിലും സംഭവിക്കാതിരിക്കില്ല. കാത്തിരിക്കാം. അമ്മേ, 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 ഇതെവിടെ പോയി? അമ്മേ, അമ്മ ഇങ്ങനെ സങ്കടപ്പെട്ടിരുന്നിട്ട് എന്താ ഗുണം? ഇനി എന്താ വേണ്ടെന്ന് ആലോചിക്കാ വേണ്ടത്. ഇനി എന്താ ആലോചിക്കാൻ? തുറക്കുമെന്ന് വിചാരിച്ച വാതിലടഞ്ഞില്ലേ? അരിയും പഞ്ചാരം മറ്റും ഇപ്പൊ ഇരിക്കുന്ന തീർന്ന പിന്നെ എന്ത് ചെയ്യുമെന്ന് പോലും അറിഞ്ഞുകൂടാ. ആകെ ഒരു കള്ളത്തരത്തിന്റെ ലക്ഷണം എനിക്ക് തോന്നുന്നു. ആ കൊച്ചിന്റെ മുഖത്ത് നോക്കിയിട്ട് എനിക്ക് അങ്ങനെയൊന്നും തോന്നിയില്ല. ഈ വന്ന കാലത്ത് ആരെയും വിശ്വസിച്ചുകൂടാമ്മേ. ഗിരി വന്നിട്ടേ സ്വർണം തരുമെന്ന് ആ എസ് ഐ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അയാളുടെ അടവാ. അല്ലെങ്കിലും കണ്ണിച്ചോരയില്ലാത്ത ദുഷ്ടനയാള്. ഗംഗയ്ക്ക് ചോദിക്കാനും പറയാനും ആരുമില്ലെന്ന് അയാൾക്കറിയാം. തള്ള വട്ടുപിടിച്ച് മേളിലോട്ട് നോക്കിയിരിക്കുന്നു. ഒരു ചേച്ചിയുള്ളത് എസ് ഐയുടെ വീട്ടിൽ തന്നെയാണല്ലോ. അപ്പൊ പിന്നെ ഗംഗ ഒറ്റയ്ക്ക, അത് എസ് ഐക്ക് അറിയാം. അതുകൊണ്ട് അവളുടെ സ്വത്ത് മുഴുവൻ കൈക്കലാക്കാനാ അയാളുടെ പരിപാടി. അപ്പൊ സ്വർണം കിട്ടത്തില്ലെന്നാണോ? സ്വർണം മാത്രമല്ല, ഒരു ചുക്കും കിട്ടാൻ പോണില്ല. എല്ലാ അയാൾ കൊണ്ടുപോകും. അയ്യോ, നമുക്ക് എന്താ ചെയ്യാൻ കഴിയുന്ന? നീ പറഞ്ഞ പോലെ ഗംഗ ഇവിടുന്ന് ഇറക്കി വിടാനോ? ഇപ്പൊ അത് വേണ്ട. ആലോചിച്ചപ്പം അത് ബുദ്ധിമോശം. ഗംഗ നമ്മുടെ കയ്യിലുള്ളത് നാളെ ആയാലും ഒരു പിടിവള്ളിയാണ്. അല്ലാതെ നമുക്ക് അവരുടെ അടുത്ത് എന്ത് സ്ഥാനമാണുള്ളത്? ഗംഗയുടെ അവകാശം അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് ഗിരിയുടെ ആണെന്നല്ലേ എന്ന് അവള് പറയുന്നു. അത് അവള് വീണ്ടും പറയണം. ഇവിടെ നമ്മളോടല്ല, അവിടെ എസ് ഐ ബാഹുലേനോട്. ഗംഗയെ തനിച്ച് വിടരുത്. അമ്മയും പോകണം. ഗിരി വന്ന് കല്യാണം കഴിഞ്ഞിട്ട് എല്ലാം കൂടി തരാന്നല്ലേ അയാളുടെ വാക്ക്. അതിലും വലിയ അവകാശമല്ലേ ആ ഗർഭം. ആ ഒരൊറ്റ സംഭവത്തിന്റെ പേരിൽ ഗംഗയ്ക്ക് സ്വർണ്ണം ആവശ്യപ്പെടാം. അത് ശരിയാണല്ലോ. എങ്കിലും അവിടം വരെ ഒന്ന് പോയാലോ? ഉടൻ പോണം. അവളെ കൊണ്ട് തന്നെ സംസാരിപ്പിക്കുകയും വേണം. അമ്മയും ഗംഗയുടെ കൂടെ വരാനാ പരിപാടി. അതാകെ കുഴപ്പമാവും സുമ. കാരണം ഞാൻ പ്രഗ്നന്റ് ആണെന്നുള്ള കാര്യം ഉമ്മയ്ക്കല്ലാതെ മറ്റാർക്കും ഇതുവരെ അറിയില്ല. സത്യം? അതെ, ഗീതേച്ചോട് പോലും പറഞ്ഞിട്ടില്ല. അതിനുള്ള സാഹചര്യം ഉണ്ടായില്ല. കല്യാണ ദിവസത്തിന്റെ തലേന്നാണ് ഞാൻ ആ സത്യം തിരിച്ചറിഞ്ഞത്. ലാബിൽ പോവാൻ ഉമ്മയാ കൂട്ടുവന്നത്. അങ്ങനെ അവൾ അറിഞ്ഞു. ഇതിപ്പോ ബാഹുലേൻ അങ്കിൾ അറിഞ്ഞ എല്ലാവർക്കും അതൊരു ഷോക്കാവും. അങ്കിൾ അത് അപ്പൊ തന്നെ ഉമ്മയുടെ വീട്ടിൽ അറിയിക്കും. ഒരുപാട് ചോദ്യങ്ങൾക്ക് ഞാൻ ഉത്തരം പറയേണ്ടി വരും. നന്ദഗോപനുമായി കല്യാണ ആലോചന നടത്തിയപ്പോഴൊക്കെ ഞാൻ എല്ലാവരും ചതിക്കായിരുന്നു എന്ന് അവർക്ക് തോന്നില്ലേ? ഗീതേച്ചിയും ഭാര്യരംഗളും ഉൾപ്പെടെ
എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തും, വെറുക്കും. പിന്നീട് ഒരിക്കലും ആ ഭാഗത്തേക്ക് ചെല്ലാൻ പോലും കഴിയാതെയാവും. ഇപ്പൊ സ്നേഹം കാണിക്കുന്നവരിൽ നിന്ന് ഞാൻ ഒറ്റപ്പെടും. ഇനിയിപ്പോ എന്താ ചെയ്യുന്നത്? ഗിരിയുടെ വിവരങ്ങൾ അറിഞ്ഞ ശേഷം ഇവിടെ എന്റെ സ്ഥാനം ഉറപ്പിക്കണം. പിന്നെ ഇക്കാര്യം പറയാനിരിക്കായിരുന്നു. അപ്പോ അതിനൊരു പിൻബലം ഉണ്ടാവുമല്ലോ. ചേച്ചിയുടെ പ്ലാൻ അനുസരിച്ച് അമ്മ നീങ്ങുന്നത്. അതിന് തടയാൻ ഒരു വഴി കിട്ടിയാൽ മതിയായിരുന്നു. ഇക്കാര്യം അമ്മയോട് മിണ്ടാൻ പോലും പറ്റില്ല. അമ്മ ഒരിക്കൽ വന്നതല്ലേ, ഇനി സുമ എന്റെ കൂടെ വരാന്ന് പറഞ്ഞു നോക്കിയാലോ? സമ്മതിച്ചു തരില്ല. ഗംഗയുടെ കാര്യത്തിൽ എന്നെ അമ്മയ്ക്കും ചേച്ചിക്കും ഒട്ടും വിശ്വാസമില്ല. നമുക്ക് ഉമ്മയോട് വിളിച്ചൊന്ന് സംസാരിക്കാം. എന്തെങ്കിലും ബുദ്ധി പറഞ്ഞു തരാതിരിക്കില്ല. അവള് പക്ഷെ ഇക്കാര്യത്തിൽ എന്ത് ചെയ്യാന്? ഉമ്മയുടെ കയ്യിൽ നിൽക്കില്ല. ഞാൻ മിക്കവാറും ഇതോടെ പെരുവഴിയിലാവും. അത് ഏകദേശം തീർച്ചയായും. അമ്മ ഇങ്ങനെ പിന്നെ ആലോചിച്ചുകൊണ്ട് നിൽക്കാതെ ഗംഗയോട് പോയി സംസാരിക്കേ. മടിക്കുന്ന എന്തിനാ? ഇത്രയായില്ലേ സമയം? ഇനി എല്ലാരും ചോറൊക്കെ ഉണ്ടിട്ടാകട്ടെ. ഊണതും തമ്മിൽ എന്ത് ബന്ധം? അമ്മ എന്താ ഉഴപ്പുന്നത്? നീ പറഞ്ഞതുപോലെ ഗംഗയും കൊണ്ട് ഞാൻ അവിടെ ചെന്നിരിക്കട്ടെ. അവിടെ ഗർഭത്തിന്റെ കാര്യവും പറഞ്ഞോണ്ട്. എന്നിട്ടും ആ വൃത്തികെട്ടവൻ അയാളുടെ ഇപ്പോഴത്തെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിലോ? 5 പൈസയുടെ വക തരാൻ മനസ്സില്ലെന്ന് പറഞ്ഞ നമ്മൾ എന്തോ ചെയ്യും? അങ്ങനെയൊന്നും അവള് പറയില്ല അമ്മേ. നമ്മുടെ ഗിരിയുടെ കൊച്ച അവളുടെ വയറ്റിൽ വളരുന്നത്. അതിന്റെ അത്രയും വരില്ല മറ്റൊരു അവകാശവും. എന്നൊക്കെ ഇവിടെ നിന്നോണ്ട് പറയാം. ആ SI ആള് മഹാകുറുക്കനാ. മര്യാദ എന്ന് പറയുന്ന സാധനമില്ല. അയാളുടെ സൂപ്രണ്ടാ പെണ്ണുപിള്ള. എനിക്ക് തോന്നുന്നില്ല അവരടുക്കുമെന്ന്. ഇല്ലെങ്കിൽ ഗംഗ അവിടെ നിർത്തുമെന്ന് അമ്മ കട്ടായിട്ടങ്ങ് പറയണം. ഒതുക്കത്തിലും മയത്തിലും അല്ല, ഭീഷണിയായിട്ട് തന്നെ പറയണം. അമ്മയുടെ തനിനിറം അങ്ങോട്ട് കാണിക്കണം. അയാളുടെ SI കളി പോലീസ് സ്റ്റേഷനിൽ. അമ്മ സ്ട്രോങ് ആയിട്ട് നിന്നാ അയാൾ വഴങ്ങും. എന്നിട്ടും കടുപിടുത്തോണെങ്കിൽ ഗംഗ അവിടെ ഉപേക്ഷിച്ചിട്ട് പോരണം. അങ്ങനെ ഉപേക്ഷിച്ച് പോരാൻ പറ്റുമോ? നീ ഗിരിയുടെ കാര്യം മറന്നു. അവന്റെ അസ്ഥി കയറി പിടിച്ചിരിക്കുകയല്ലേ ഇവള്. പോരാത്തതിന് കൊച്ചു വയറ്റിലും. ഗിരി ഗംഗയുടെ സൈഡേ നിൽക്കൂ. അവളെവിടെയോ അവൻ അങ്ങോട്ട് ചായും. അത് നമുക്ക് ദോഷമായിട്ട് വരും. ഗിരി അതിന് നാളെ രാവിലെ വന്ന് അവിടെ നേരെ അങ്ങ് ചായാനൊന്നും പോകുന്നില്ല. അവൻ വരട്ടെ, അതിന്റെ പരുവം പോലെ ചെയ്യാം. ഇപ്പോഴത്തെ പരുവം പോലെ ചെയ്യാം. വെറും ഓലപ്പടക്കമല്ല അമ്മ SIയുടെ വീട്ടിൽ പൊട്ടിക്കാൻ പോകുന്നത്, ബോംബാ. അത് കേട്ട് അയാൾ ഞെട്ടണം. അമ്മയും മടികളഞ്ഞൊന്ന് വന്നേ, ഗംഗയോട് സംസാരിക്കാം. വാ വാ അമ്മ ഇങ്ങോട്ട് വാ. ഗംഗേ, ഗംഗേ, എടി ഗംഗേ, ഇവളിതെവിടെ പോയി? ഗംഗ എവിടെ പോയിടി? കുളിക്കാൻ. ഒരു ദിവസം എത്ര തവണയാ തമ്പുരാട്ടിയുടെ കുളി? തല തണുക്കണ്ടേ? അതെന്താടി അർത്ഥം വെച്ചൊരു സംസാരം? ഞാനും അമ്മയെ സംസാരിക്കുന്നത് നീ കേട്ടോ? എന്നെ കേൾപ്പിക്കാൻ വേണ്ടിയാണോ നിങ്ങൾ ഓരോന്ന് സംസാരിക്കുന്നത്? പെണ്ണ് തറുതല പറച്ചില് തുടങ്ങി. ഇവളാമ്മേ ഗംഗയ്ക്ക് ഓരോ സൂത്രങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. നമ്മൾ എന്താലോചിച്ചാലും ഇവൾ അവിടെ ഇവിടെ പതുങ്ങി എന്ന് കേൾക്കും. എന്നിട്ട് അവൾക്ക് ചോർത്തി കൊടുക്കും. അതാ അവളുടെ പരിപാടി. പിന്നെ എനിക്കിവിടെ CID പണിയല്ലേ. പിന്നെ നീ എന്താടി ചെയ്യുന്നത്? അമ്മ എന്നെ ഒറ്റ കൊടുക്കുന്നത് നീ തന്നെയാ. ആണെങ്കിൽ കണക്കായിപ്പോയി. ഞാൻ പതുങ്ങി നിന്ന് കേൾക്കുന്നത് നിങ്ങൾ രഹസ്യമായി ആലോചന നടത്തിയിട്ടല്ലേ? പരസ്യമായിട്ട് പറയാൻ കൊള്ളാത്തതായതുകൊണ്ടല്ലേ രഹസ്യമായിട്ട് ചർച്ച നടത്തുന്നത്? അതിൽ തെറ്റൊന്നുമില്ലേ? നീ അമ്മയെ തെറ്റും ശരിയും പഠിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുക. ഞാൻ ഉദ്ദേശിച്ചതിന്റെ അപ്പുറത്ത് കയറി കൊത്തി ആളാവല്ലേ സുലോചനേച്ചി. ആവശ്യമില്ലാത്ത കൂടോത്രം മുഴുവൻ ഓതിക്കൊടുത്ത് ഈ അമ്മയെ വഷളാക്കുന്നതേ ചേച്ചിയാ. അതിനർത്ഥം അമ്മ വഷളാണെന്ന് കേട്ടോ അമ്മ അവള് പറയുന്നത്? രണ്ടുപേരും ഒന്ന് അടങ്ങിക്കേ. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേനെ തുടങ്ങും പോരുകോഴികളെ പോലെ. പിന്നെ എങ്ങനെ ഗുണം പിടിക്കും? ഇവളല്ലേ അമ്മയെ തുടങ്ങി വെച്ചത്? ആര് പറഞ്ഞു ചേച്ചിയാ ഉടക്കം വരുന്നത്? നിർത്താൻ ചെവിതല കേൾക്കണ്ട എനിക്ക്. ഒന്നാതെ തലപെരുത്തിരിക്ക. ഓരോന്ന് ആലോചിച്ചിട്ട് തീയാ നെഞ്ചില്. അതിന്റെ കൂടെ നിങ്ങളുടെ ഒച്ച കൂടെ കേൾക്കണം ഞാൻ.
നിനക്കെന്തോന്നാണ് സുമേ ഇത്രയ്ക്ക് അങ്ങ് ആവേശം ആ ഗംഗയുടെ കാര്യത്തില്? നീ എത്ര ആവേശം കൊണ്ടാലും അവളെ ഇവിടെ വച്ച് വാഴിക്കുമെന്ന് നീ വിചാരിക്കണ്ട. ഹിന്നേന അതിനൊരു തീരുമാനം ഉണ്ടാവും, ഓർത്തോ നീ. ഓ, അടുത്ത തലവേദന എത്തിയിട്ടുണ്ട്. സുലു, എടി സുലു, സുലു. സുലു അല്ലേ നിൽക്കുന്നത്, പിന്നെ എന്തിനാ കിടന്ന് കാറ് വിളിക്കുന്നത്? നല്ല വിശപ്പ്, ചോറ് വിളമ്പ്. അശോ, ഒരു ഇല കൂടി മുറിച്ചോണ്ട് പോരായിരുന്നു, സദ്യയായിട്ട് വിളമ്പായിരുന്നല്ലോ. എന്നാ ഇപ്പൊ ഞാൻ ഇല മുറിച്ചിട്ട് വരാം. ഇല ചോറായിട്ടില്ല, ആവുമ്പോ അറിയിക്കാം. അടുക്കള നിറയെ പെണ്ണുങ്ങളാ, ഉച്ച കഴിഞ്ഞിട്ട് ലഞ്ച് ആയിട്ടില്ല. വണ്ടർഫുൾ കൺട്രി. ഇവിടെ നിന്നാ ശരിയാവൂ. ഗംഗ വന്നില്ലേ സുലോചനെ? വന്നല്ലോ, അകത്ത് വിശ്രമിക്കുന്നു. എന്നിട്ട് സ്വർണ്ണ ഉരുപ്പടികൾ കൊണ്ടുവന്നോ? പിന്നെ കൊണ്ടുവരാതെ? സത്യം? മുഴുവനും കൊണ്ടുവന്നു. എത്ര കൊണ്ടുവന്നു സുലോചനെ? ആളെന്നാ നോക്കിയില്ല, പറയ്ക്ക് ആളെ വിട്ടിട്ടുണ്ട്. ഗംഗ കൊണ്ടുവന്ന പൊന്നളക്കാനെ പറ കൊണ്ടുവരാൻ ആളെ അയച്ചിട്ടുണ്ടെന്ന്. അപ്പൊ കൊണ്ടുവന്നില്ലേ? അല്ല, ഗംഗ വന്നോ? എന്താ കാണാച്ചിട്ട് അങ്ങ് മുട്ടുന്നോ? അങ്ങോട്ട് പോയ പോലെ കൈയും വീശിങ്ങി പോന്നു. ഓ, ഞാനിനി അമ്മയോട് എന്തു പറയും? നിങ്ങളുടെ അമ്മയല്ലേ, വായി വരുന്ന എല്ലാം പറയാം. അതിനും ഇവിടെ ഉണ്ടല്ലോ ഒരെണ്ണം, ദാശായണി അമ്മ. എന്താ എന്താ? അമ്മേ നാരായണൻ ജപിച്ചതാണേ. വലിയ താമസം കൂടാതെ എവിടെയെങ്കിലും പോയിരുന്ന് ഭസ്മം പൂശി ജപിക്കേണ്ടി വരും. എന്നാൽ എന്തൊക്കെയായിരുന്നു കണക്ക് കൂട്ടൽ? നിന്റെ പേരിൽ ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇടണം, വസ്തു വാങ്ങിക്കണം, അതും നിന്റെ പേരിൽ, വീട് വയ്ക്കണം, വീട്ടുപേര് സുലോചന നിലയം, കാറ് വാങ്ങിക്കണം, പെട്രോൾ അടിക്കണം. എല്ലാം നടന്നു. അത്യാഗ്രഹം കണ്ടപ്പോഴേ ഞാൻ മനസ്സിൽ കണ്ടതാ, നോ ഗ്രാസ് വിൽ വർക്ക് എന്ന്. ഒരു പുല്ലും നടക്കുകയില്ലെന്ന്. നിങ്ങൾ എന്റെ കൂടെ ഉള്ളിടത്തോളം കാലം ഒന്നും നടക്കാൻ പോകുന്നില്ല. എന്റെ ജീവിതം ഇവിടെ തന്നെ എരിഞ്ഞടങ്ങുന്നാ തോന്നുന്നേ. ഇപ്പൊ തന്നെ വോൾട്ടേജ് ഇല്ല. ഫിലിമെന്റ് പോയ ബൾബ് പോലെ ആവാൻ വലിയ താമസമൊന്നുമില്ല. വിശപ്പാണെങ്കിൽ അത് അങ്ങനെ. എവളോട് പറഞ്ഞിട്ട് എന്ത് കാര്യം? തലമുടിയുടെ കാര്യത്തിൽ ഒരു ശ്രദ്ധയില്ല മോക്ക്. ഈ പ്രായത്തിൽ ഇങ്ങനെയാണോ പെൺപിള്ളേര്? വേണ്ട, മുഴുവൻ ചടപിടിച്ചിരിക്കുക. ഇങ്ങത്താ അമ്മ, ഞാൻ തോർത്തിക്കോളാം. മിണ്ടായിരുന്നേ. ഇപ്പൊ മുടി നോക്കിയില്ലെങ്കിൽ പ്രസവം കഴിയുമ്പോ മുഴുവൻ പൊഴിഞ്ഞു പോകും. എനിക്ക് നല്ലൊരു പിടി തലമുടി ഉണ്ടായിരുന്നതാ. സുലോചനെ പ്രസവിച്ചതോടെ പൊഴിയാൻ തുടങ്ങി. അന്നതൊന്നും ശ്രദ്ധിക്കാനുള്ള സാഹചര്യം ഇല്ലായിരുന്നു. ഞാൻ ആലോചിക്കായിരുന്നേ, നമുക്ക് നാളെ മോടെ SI അങ്കിളിനെ ഒന്നുകൂടെ കാണാൻ പോണം. ഞാനും വരാം. ആവശ്യക്കാരൻ നമ്മളായതുകൊണ്ട് മടി പിടിച്ചിരുന്നാൽ ശരിയാകിയല്ല. എന്തിനാമ്മ അങ്കിളിനെ ഇനിയും കാണുന്നേ? ഗിരി വന്നിട്ടേ സ്വർണം തരുള്ളൂന്ന് അങ്ങേര് പറഞ്ഞു. ആദ്യം കേൾക്കുമ്പോ അത് ന്യായമാണെന്ന് തോന്നും. എന്നാൽ ഒന്നുണ്ട്, അത് മോക്ക് അവകാശപ്പെട്ട മുതലാ. അച്ഛൻ ഗംഗയ്ക്ക് വേണ്ടി വാങ്ങിച്ചത്. അത് കൈവച്ച് കാത്തോണ്ടിരിക്കാൻ ഈ SI ആരാ? ഗിരി വന്നിട്ട് സ്വർണം തരുമെന്ന് പറയുന്നതേ അത് മോളെ കൊച്ചാക്കുന്നതിന് സമമാണ്. അതിന്റെ അർത്ഥം അയാൾക്ക് മോളെ വിശ്വാസമില്ലെന്നല്ലേ? ഗിരിയെ വിശ്വസിക്കേണ്ട, പോട്ടെ എന്ന് വെച്ച് മോളെ വിശ്വസിക്കാതിരിക്കാൻ ഒരു ന്യായവും ഇല്ല. നിങ്ങൾ തമ്മിൽ കല്യാണം കഴിച്ചിട്ടില്ല പോലും. കഴുതേ കിടക്കുന്ന താലിയേക്കാ വലുതല്ലേ വയറ്റി കിടക്കുന്ന കൊച്ച്? നാളെ നമ്മൾ അത് പറയാൻ വേണ്ടി അങ്ങോട്ട് പോകുന്ന. വരവ് സ്വർണത്തിന്റെ ഒരു മിന്ന് ആർക്ക് വേണേലും വാങ്ങിച്ചു കഴുത്തേ കേട്ട. അത് ചെയ്യാതിരുന്നത് മോടെ നന്മ. അങ്ങനെ സത്യദോഷക്കേട് കാണിച്ച് ഒരുത്തനെയും പറ്റിക്കുന്ന സ്വഭാവക്കാരിയല്ല മോളെന്ന് ആ SI ഒന്ന് മനസ്സിലാക്കട്ടെ. ഗിരിയുടെ കുഞ്ഞു മോടെ വയറ്റി വളരുന്നതാണ്
ഏറ്റവും വലിയ സത്യം. അതിൽ കൂടുതൽ തെളിവെന്തോന്നാ? അപ്പൊ ആ കാര്യം, അതായത് മോള് ഗർഭിണിയാണെന്നും കുഞ്ഞ് ഗിരിയുടെയാണെന്നും വെട്ടി തുറന്ന് അങ്ങോട്ട് പറയണം. ഇവിടുത്തെ ഇപ്പോഴത്തെ ചുറ്റുപാടുകൂടി പറയുമ്പോ എസ് ഐ ഞങ്ങള് സ്വർണം തരും. ഗിരി വരട്ടെ എന്ന് നിർബന്ധം പിടിക്കില്ല. ഇവിടുത്തെ കഷ്ടപ്പാട് അവരൊക്കെ അറിയുന്നത് അമ്മയ്ക്ക് അല്പം അഭിമാനക്കുറവുണ്ട്. അത് സാരമില്ല, മോള് ദുരിതം അനുഭവിക്കരുത്. അതിന് അവര് സത്യം അറിയണം. ഗംഗ സുഖമായിട്ടിരിക്കട്ടെ എന്ന് വിചാരിച്ചെങ്കിലും അവര് സ്വർണം തരും, അല്ലേ? അമ്മേ, പറ. ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഞാൻ ബാഹുലേൻ അങ്കിളിനോട് പറഞ്ഞു, ആന്റിയോടും പറഞ്ഞു. എന്നിട്ട് അമ്മ വിചാരിക്കുന്ന പോലെയുള്ള മറുപടിയല്ല അവരുടെ ഭാഗത്തുനിന്നുണ്ടായത്. പിന്നെന്താ പറഞ്ഞേ? എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ആ സ്വർണം ചോദിച്ചുകൊണ്ട് ഇനി ഒറ്റൊരാളും അങ്ങോട്ട് ചെല്ലരുതെന്നാ താക്കീത്. ഇനി അത് കിട്ടാത്തതിന്റെ പേരിൽ ഇവിടുന്ന് ഇറക്കി വിടുകയാണെങ്കിൽ അങ്കിളുടെ വീട്ടിലേക്ക് തിരിച്ചു ചെന്നോളാൻ പറഞ്ഞു. ഗിരിയെ അങ്കിള് വിളിച്ച് കാര്യങ്ങൾ സംസാരിച്ചോളാം അത്രേ. ആറ്റുനോറ്റ് വളർത്തിയ തന്തയും തള്ളയും തള്ളിക്കളഞ്ഞിട്ട് കണ്ടവന്റെ പുറകെ കയറും പൊട്ടിച്ചു പോകാൻ നിൽക്കുന്ന ഇവളെ പോലുള്ള പെൺപിള്ളേര് ഇവിടെ അനുഭവം കണ്ട് പഠിക്കണം. എല്ലാ ചോദ്യങ്ങളും ഉയരുന്നത് ഇവളുടെ ആത്മാഭിമാനത്തിന് നേരെയാണ്. ജന്മം കൊടുത്ത തന്തയും തള്ളയും കുരുതി കൊടുത്തവളാ ഇവള്. ഈശ്വരൻ പോലും ഇവളോട് പൊറുക്കില്ല. എല്ലാ ചൂണ്ടുവിരലുകളും ഉന്നമിടുന്നത് ഇവളുടെ നിലനിൽപ്പിനെയാണോ? അത്രയ്ക്ക് അപരാധിനിയാണോ ഈ കുട്ടി? എന്നെങ്കിലും ഇവളുടെ ദിവസം വരാതിരിക്കില്ല. അതെ, ഗംഗ ഒരു നാൾ വരും. കാട്ടുചോലക്കുളിരലയോട് കാറ്റു പറഞ്ഞൊരു കഥയാണീ, കുരുന്നുപൂവിൻ കവിളുരുമി കരിവൻ തോതിയ കഥയാണീ. കാട്ടുചോലക്കുളിരലയോട് കാറ്റു പറഞ്ഞൊരു കഥയാണേ, കുരുന്നുപൂവിൻ കവിളുരുമി കരിവൻ തോതിയ കഥയാണേ.